ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 നിമിഷത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് റിങ് മുറുക്കെന്നാണ് പറയുക. അപ്പോൾ ഈ മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ എള്ള്, പിന്നെ കുറച്ച് കായപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം. അങ്ങനെ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമല്ല ഒഴിച്ചത്, അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ഒരു 5 നിമിഷം നേരം മൂടി വയ്ക്കാം. അപ്പോൾ ആവിയിലിരുന്നിട്ട് അത് നല്ലോണം വെന്തോളും. അപ്പോൾ അങ്ങനെ 5 നിമിഷം ഞാൻ മൂടി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോൾ നമുക്കിത് കുഴച്ച് തുടങ്ങാം. ഇപ്പോൾ ഈ മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് കുഴയ്ക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുഴച്ച് തുടങ്ങാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ വെള്ളത്തിലല്ല മാവ് ഇട്ട് കലക്കിയെടുത്തത്. അത്രയും വെള്ളം ചേർത്തിട്ടുള്ളൂ, പിന്നെ വെള്ളം ചേർത്തിട്ടില്ല. നമുക്ക് ആദ്യം തോന്നും വെള്ളം കുറവാണെന്ന്, പക്ഷെ നമ്മൾ കുഴയ്ക്കുക ശരിയായിക്കോളും. അങ്ങനെ ഞാനിത് നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് റിങ് മുറുക്ക് ഉണ്ടാക്കാനുള്ള പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചിട്ട് ഇത് ഒരു 5 നിമിഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ കുഴച്ചെടുക്കുകയാണ്. കുഴച്ചതിന് ശേഷം നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളാക്കി വെക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം അത് നമുക്ക് കയ്യിലിട്ടിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് വിരലിലൊന്ന് ചുറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിങ് മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ച മാവുകൾ മുഴുവനും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് പലകയിലിട്ടിട്ട് തന്നെ തിരികെ ആവശ്യത്തിനുള്ള, അതായത് കറക്റ്റ് സൈസ് വരാനായിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ഈക്വൽ പീസുകളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കയ്യിലെ വെള്ളയിലിട്ടിട്ട് ഒന്ന് തിരുമ്മി എടുത്തിട്ട് ആ പീസ് വന്നിട്ട് നമ്മുടെ വിരലിൽ ഒന്ന് ചുറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി അതേമാതിരി ചെയ്യാം. ഇത് കാണുമ്പോൾ കഷ്ടമായി തോന്നിക്കുമെങ്കിലും ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 10-15 പീസോളം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത്, ഇത് നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഇടാൻ പാടുള്ളൂ. പക്ഷേ ഉടനെ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പുറം ഭാഗം ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ആദ്യം ഇതിങ്ങനെ യോജിച്ചിരിക്കണ മാതിരി തോന്നിക്കും. അത് നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ അതിങ്ങനെ വേറിട്ട് വന്നോളും. അതിനെ പറ്റിയിട്ട് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇത് വെന്തോന്ന് അറിയാനായിട്ട് അതിൻ്റെ ബബിൾസൊക്കെ വരുന്നതൊന്ന് അടങ്ങും. അപ്പോൾ അതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തെടുത്ത് വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അഥവാ നിങ്ങൾക്ക് ക്രിസ്പി ആയില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഉണ്ടാക്കിയ മുറുക്കുകളൊക്കെ നല്ലോണം തടുന്നതിന് ശേഷം നല്ലൊരു മൂടി ഉറപ്പുള്ള പാത്രത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തോളം കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, ക്രിസ്പി ആയിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.